മഴ തോരും മുമ്പയുടെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലചന്ദ്രൻ തൻ്റെ വിഷമങ്ങളൊക്കെ തൻ്റെ മകളോട് പറഞ്ഞപ്പോൾ ഒരുപാട് മനസ്സിനൊരു ആശ്വാസമാവണം. കാരണം അലീനയ്ക്കും ബാലചന്ദ്രനും മാത്രം അറിയുന്ന ഒരു രഹസ്യം മറ്റൊരാളോട് കൂടി തുറന്നു പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷവും ഒരു ആശ്വാസമൊക്കെ തോന്നുന്നു. എന്തായാലും ഇനി തനിക്ക് കൂട്ട് തൻ്റെ മകളെങ്കിലും ഉണ്ടാവുമല്ലോ. എന്തായാലും വൈജയന്തിയുടെ ഭാഗത്ത് കൃഷ്ണമോളിഞ്ഞ് നിൽക്കില്ല എന്ന് ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ കൃഷ്ണമോളും ബാലചന്ദ്രനും കൂടി ഇനി വീട്ടിലേക്ക് പോകാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. അമ്മനായിട്ട് യുദ്ധം വെട്ടിയായാലും അലീന ചേച്ചിനെ അവിടെ നിർത്തണം. ഇപ്പം അലീനനെ പുറത്ത് പറഞ്ഞയക്കാനോ പുറത്തേക്ക് ഇങ്ങനെ വീണ്ടും അനാഥയാക്കാനൊന്നും കൃഷ്ണമോൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല. അത് ബാലചന്ദ്രനോട് തുറന്ന് പറയുന്നുണ്ട്. നമുക്ക് എന്തൊക്കെ പ്രശ്നം വന്നാലും നമുക്ക് അലീന ചേച്ചിനായിട്ട് വീട്ടിലേക്ക് പോകച്ചാന്ന് പറയുന്നത്. പിന്നീട് വൈജയന്തിക്ക് ഒരു സമാധാനം ഇല്ലാണ്ട് വൈജയന്തി സഹോദരനെ വിളിക്കുന്നു. രാജീവിനോട് ചോദിക്കുന്നു, എനിക്ക് അതല്ല രാജീവ ടെൻഷൻ, ബാലചന്ദ്രൻ അലീനനെ കണ്ടിട്ടുണ്ടാവോ, അലീനനെ കൂട്ടി ഇങ്ങോട്ട് വരുമോ, ഇങ്ങോട്ടല്ലെങ്കിൽ പിന്നെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടാവോ, അതൊക്കെയാണ് എൻ്റെ ടെൻഷൻ എന്ന് ഉറപ്പാ. കൊണ്ടുപോയെങ്കിൽ നിനക്ക് എന്താണെന്നറിയും, എന്തൊന്നും അറിയാത്ത പോലെ നീ പറയണേ, കൊണ്ടുപോയാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കും. അല്ലാണ്ട് പിന്നെ എന്താ ചെയ്യുക, അയാളെ കിട്ടാൻ നമുക്കൊരു മാർഗ്ഗവും ഇല്ലല്ലോ. അയാൾ എവിടെ ഇരുന്ന് പോലും നമുക്കറിയില്ല, അന്വേഷിച്ച് കണ്ടുപിടിക്കാനൊരു മാർഗ്ഗമില്ല. ഫോൺ ഓൺ ചെയ്തെങ്കിലല്ലേ നമുക്ക് ലൊക്കേഷനെങ്കിലും നോക്കി അന്വേഷിച്ച് പോകാമെന്ന് പറഞ്ഞ്. ഇതിപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമ്മളാ പെണ്ണിനെ തൊട്ടത് കൊണ്ട് പുലിവാലാവുമെന്നും അറിയില്ല. മനു പറഞ്ഞപ്പോഴാണ് ഞാൻ അതിൻ്റെ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കണമെന്ന് പറഞ്ഞപ്പോൾ മനു എന്തു പറഞ്ഞു എന്ന് ചോദിക്കും. അവളും ബാലചന്ദ്രനൊരു പരാതി കൊടുത്താൽ നമ്മളെല്ലാവരും കുടുങ്ങുമെന്ന് പറയും. അതിനുള്ള ധൈര്യമൊന്നും ബാലചന്ദ്രൻ ഉണ്ടാവില്ല എന്ന് പറയും. പിന്നീട് ബാലചന്ദ്രന് ചായയൊക്കെ ആയിട്ട് വരുന്നുണ്ട് അലീന. അപ്പോൾ അലീനോട് ചോദിക്കുന്നത്, എന്താ ഇനി അടുത്ത പ്ലാൻ, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ എന്ന് പറയും. സാരില്ല സാർ, ഞാൻ എവിടെയായിരിക്കും പൊക്കോളാം, സാറും കൃഷ്ണമോളും കൂടെ വീട്ടിലേക്ക് പൊക്കോ, ഇനി നമ്മൾ ഒന്നിച്ചിരുന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതി മേഡത്തിന് ഇനി അടുത്തൊരു പ്രശ്നം ഉണ്ടാക്കാൻ, സാറ് പൊക്കോ എന്ന് പറയുന്നു. എന്തിനു പോണ്, ഒരിക്കലും പോകേണ്ട കാര്യമില്ല, നീ ഇനി ആ വീട്ടിൽ തന്നെ ഉണ്ടാവണം. കാരണം നിനക്ക് ഞാൻ എല്ലാ അധികാരവും അവകാശവും ഒക്കെ തരുന്നു. നീ പൂർവാധിക ശക്തിയോടുകൂടി തന്നെ നീ അവിടെ നിൽക്കണം, നീ അയ്യോ പാവമായിട്ട് നിൽക്കരുത് എന്നൊക്കെ പറയണം. അപ്പോൾ ഇതൊക്കെ കേട്ട് കൃഷ്ണമോൾ അവിടെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ബെഡിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അലീന ചേച്ചിയും അച്ഛനും കൂടെ സംസാരിക്കണതൊക്കെ. അതേസമയം തന്നെ വൈജയന്തിക്കാണെങ്കിൽ വല്ലാത്ത ടെൻഷൻ, എങ്ങനെയെങ്കിലും വന്നാൽ മതി എന്നായിട്ട് കൃഷ്ണമോളെ കാണാണ്ട് ഒരു വിഷമം ഒരു വശത്തുണ്ട്. ബാലചന്ദ്രനും അലീനയും കണ്ടുമുട്ടിയിട്ടുണ്ടാവോ, അലീനയുടെ ബന്ധുവിൻ്റെ വീട്ടിൽ അലീനനെ എത്തിയിട്ടുണ്ടോയെന്ന് അറിയാൻ വരെ ഒരു ശ്രമം വൈജയന്തി നടത്തുന്നുണ്ടായിരുന്നു. മനുവിനോട് വിളിച്ച് പറയുന്നുണ്ട്, അലീന നിന്നിരുന്ന വീട്ടിൽ ആരെങ്കിലും നമ്പർ നിനക്കറിയോ, അങ്ങനെയാണെങ്കിൽ പോയി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, കൊണ്ടുവരാനല്ല അവൾ അവിടെ ഉണ്ടെങ്കിൽ എനിക്കൊരു സമാധാനമായില്ല. എന്തായാലും ബാലേന്ദ്രൻ്റെ കൂടെ അലീന ഇല്ലാണ്ടിരുന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അലീന ബാലേന്ദ്രൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. എന്താ സംശയം, അലീന ഒരിക്കലും എന്നോട് പറയാണ്ട് പോകില്ല. അതുപോലെ തന്നെ ബാലേന്ദ്രനെങ്കിൽ അവളെ കണ്ടെത്തിയിട്ടുണ്ടാവും, അവരൊന്നിച്ച് താമസിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞ് മനു ഇങ്ങനെ ദേഷ്യപ്പെടുത്തുന്നു ചെയ്യുന്നത്. അതിനുശേഷം അവരെല്ലാവരും കൂടെ വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കണം, പോകണം എന്ന് തന്നെ പറയുന്നു. എന്നാൽ ശരി, അലീനയ്ക്ക് വല്ലാത്ത ടെൻഷനും പേടിയൊക്കെ ഉണ്ട്, എങ്ങനെ ഇനി വൈജയന്തിൻ്റെ മുഖത്ത് കയറി നോക്കുന്നൊക്കെ ആലോചിച്ചിട്ട്. പക്ഷെ അതിനെക്കുറിച്ച് ബാലചന്ദ്രൻ ഒന്നും പറയുന്നില്ല. ഒരു പേടിയും വേണ്ട, നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നീട് മനുവും ബാലചന്ദ്രനും കൂടെ കണ്ടുമുട്ടുണ്ട്. അതിന് മുന്നേ മനു വിളിക്കുന്നുണ്ട് ബാലചന്ദ്രനെ എവിടെയെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പറയും, ഫോൺ ഓൺ ചെയ്ത സമയത്തിന് നീ മറ്റാരോടും പറയില്ലെങ്കിൽ ഞാൻ സ്ഥലം പറയാം, ഇനിയിപ്പോൾ സ്ഥലം പറഞ്ഞാലും കുഴപ്പമില്ല, കാരണം ഞങ്ങൾ തിരിച്ചു വരും, ഞങ്ങളെന്നും ഇവിടെ തന്നെ കഴിയാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയും. അങ്ങനെ മനുവിനോട് പറയുന്നത്, കൃഷ്ണമോളും ഞാനും അലീനയും കൂടെ ഇന്ന റിസോർട്ടിലുണ്ടെന്നൊക്കെ പറയും. മനുവിന് സമാധാനമാവും. അപ്പോൾ അലീനനെ എന്ത് ചെയ്യാൻ, ഞങ്ങളുടെ പ്ലാൻ എന്ത് ചെയ്യാൻ, അവളെ ഞാൻ അങ്ങോട്ട് തന്നെ കൊണ്ടുവരും എന്ന് പറയും. അത് വൈജയന്തിയുടെ വീടല്ല, എൻ്റെ വീടിന് കൈതയ്ക്കൽ മാളിക വീട്ടിൽ നിന്ന് സമ്മാനോ അല്ലെങ്കിൽ ശ്രീധനോ കിട്ടിയതുമല്ല. അതുകൊണ്ട് എനിക്ക് ധൈര്യപ്പെട്ട് അലീനനെ അങ്ങോട്ട് കൊണ്ടുവരാൻ തന്നെ ഇനി പോകുന്നത്. നിൻ്റെ ചെറിയച്ഛനോ അല്ലെങ്കിൽ നിൻ്റെ അച്ഛനോ വലിയ അച്ഛനോ ആരെന്താണ് എന്താ ചെയ്യട്ടെ, ബാലചന്ദ്രൻ ഒരു യുദ്ധത്തിന് എന്നെ തയ്യാറായിട്ട് നിൽക്കുന്നത്. എന്തായാലും ഞാനിപ്പോൾ തുടങ്ങി വെച്ച യുദ്ധം അവസാനിപ്പിക്കാനും തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ മനുവിനോട് പറയുന്നു. അപ്പോൾ മനുവിന് കാര്യങ്ങളൊക്കെ മനസ്സിലാവണം. എന്തായാലും അലീനയും നമ്മുടെ കൃഷ്ണമോൾ അറിഞ്ഞ സത്യം അടുത്ത് തന്നെ മനുവും അറിയുന്നുണ്ട്. മനുവിനോടും ബാലചന്ദ്രൻ ആ രഹസ്യങ്ങളൊക്കെ കൈമാറുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.